സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 10 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് സമവായമുണ്ടായത്. CB അനുമോദ് ചേരുകയാണ്. അനുമോദ്, തർക്കം വല്ലാതെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരമായത്? രഞ്ജിത്ത്, 10 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വഴിക്കടവ്, വണ്ടൂർ തുടങ്ങി 10 സീറ്റുകളിലേക്കുള്ള. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലായിരുന്നു തർക്കമുണ്ടായിരുന്നത്. ജനറൽ സീറ്റുകളായിരുന്ന വഴിക്കടവ്, വണ്ടൂര്, തേഞ്ഞിപ്പലം, ചുങ്കത്തറ തുടങ്ങിയ 4 സീറ്റുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ചർച്ച വേണ്ടി വന്ന സാഹചര്യമുണ്ടായത്. അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് കടമ്പയായിരുന്നത്. വഴിക്കടവിൽ NA കരീമും, വണ്ടൂർ അതേപോലെ മേലാറ്റൂരിൽ KT അജ്മലും, ചുങ്കത്തറ വാഴക്കാട് ജയ്സൽ എളമരവും, തേഞ്ഞിപ്പലം ഷാജി പാച്ചേരി. ഇതിൽ ഷാജി പാച്ചേരിയും അതുപോലെ തന്നെ KT അജ്മലും യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. അജ്മൽ കഴിഞ്ഞ തവണ വണ്ടൂർ ഡിവിഷനിൽ നിന്ന് ജയിച്ച വ്യക്തിയാണ്. നേരത്തെ ഈ വണ്ടൂർ ഡിവിഷൻ പരിഗണിച്ചിരുന്ന ബെന്നി തോമസിനെ KPCC സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. അതുപോലെ തന്നെ വാഴക്കാട് ഡിവിഷനിൽ പരിഗണിച്ചിരുന്ന സുധാകരനെയും അദ്ദേഹത്തിനും KP സെക്രട്ടറി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ ലിസ്റ്റിൽപ്പെട്ട വ്യക്തി കൂടിയാണ്, അതായത് KP സെക്രട്ടറി പട്ടികയിൽപ്പെട്ട ആൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമവായ ഫോർമുലയാണ് നേതൃത്വം മുന്നോട്ട് വെച്ചത്. പാർട്ടിയിലെ ഭാരവാഹിത്വം നൽകി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാണെങ്കിലും നേരത്തെ തന്നെ ലീഗ് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയിരുന്നു. LDFും പ്രചരണ രംഗത്ത് ഇതുവരെ മുന്നേറ്റത്തിലാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. കാരണം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. അപ്പോൾ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ മുസ്ലിം കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും UDFനെ സംബന്ധിച്ച് ഇവിടെ എല്ലാം വിജയിച്ച് കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. എല്ലാ സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങളും പാലിച്ചുകൊണ്ട് ഈ ഒരു പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പങ്കുവയ്ക്കുന്നത്. ശരി അനുമോദം.